യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ഓരോ ദിവസവും നമ്മൾ ബലത്തിന്മേൽ ബലമുള്ളവരായിത്തീരുന്നു. ഇന്ന് രാവിലെ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയ കുടുംബങ്ങളെയും കർത്താവ് വചനത്താലും അഭിഷേകത്താലും ബലപ്പെടുത്തട്ടെ. അതായത് ചില സമയത്ത് നമ്മെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ഓർത്തേക്കണം, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മെ സഹായിക്കാൻ ആരുമില്ല, അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ഒരു സൈന്യ അധിപൻ്റെ ചരിത്രം 2 ശമൂവേൽ അവസാന ഭാഗത്ത് കിടപ്പുണ്ട്. ഫിലിസ്ത്യർ മറ്റൊരു രാജ്യം, അവർ അവരുടെ പട്ടാളവുമായിട്ട് ദൈവജനത്തിൻ്റെ നാട്ടിലോട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ കോതമ്പ് വയലിലേക്ക് അത് നശിപ്പിക്കാനായിട്ട് അവർ കയറുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു സൈന്യത്തോട് നേരിട്ട് ആ കോതമ്പ് വയലിനെ കാത്തു എന്ന് നമ്മളവിടെ കാണുന്നു. ആരും സഹായിക്കാനില്ല. എല്ലാവരും ഈ ഫിലിസ്ത്യ പട്ടാളത്തെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനങ്ങളെല്ലാം ഓടിപ്പോയി. ചില സമയത്ത് കൂടെ നിൽക്കേണ്ടവർ പോലും ഓടിപ്പോയി എന്നിരിക്കും. ഒറ്റക്ക് നിന്ന് പൊരുതേണ്ടി വരും. യേശു കർത്താവ് ഗദശമന തോട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിന്. എങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ, എന്നെയല്ലേ തിരയുന്നത്? ഒറ്റക്ക് നിന്ന് പൊരുതിയ കർത്താവ്, ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്ത് വിജയിച്ച കർത്താവ്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിക്കുവാൻ ഒരാളെയും കൂട്ടിന് വിളിച്ചില്ല. ഇവരെല്ലാം പൊയ്ക്കൊള്ളട്ടെ, ഞാൻ ഒറ്റയ്ക്ക് കുരിശ് ചുമക്കാം, ഞാൻ ഒറ്റയ്ക്ക് അടികൊള്ളാം, ഞാൻ ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ നിന്ദകൾ സഹിക്കാം, ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യം. അങ്ങനെ നിന്നവരെ എല്ലാം കർത്താവ് സഹായിച്ചിട്ടുണ്ട്, തുണച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനാണ്. അതിനുള്ള കൃപ ഇന്നു മുതൽ യേശു നമുക്കെല്ലാവർക്കും നൽകി തരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. അതിനകത്ത് 11-ാം വാക്യം, യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ തടവിൽ പിടിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയായി ആ ജയിലിൽ ഒരു ദൂതൻ ഇറങ്ങി പത്രോസിനെ 3 വാതിലും തുറന്ന് ചങ്ങല അഴിച്ച് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുവന്ന ഒരു ചരിത്രമാണ് നമ്മൾ വായിച്ചത്. 11-ാം വാക്യത്തിൽ ഈ ദൂതൻ അവനെ 10-ാം വാക്യത്തിൽ വിട്ടുപോകുന്നത് കാണാം. അതിനുശേഷം 11-ാം വാക്യത്തിൽ പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഇപ്പോൾ വാസ്തവമായും അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പറയുകയാണ്, ഇത് വാസ്തവമായും എന്നെ ദൈവം വിടുവിച്ചു. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വാസ്തവമായിട്ട് ഇത് ദൈവമാണ് ചെയ്തത്. ഹേരോദാവിൻ്റെയും സകല യഹൂദന്മാരുടെയും പ്രതീക്ഷ എന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എല്ലാ ശത്രുക്കളുടെയും പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഇത് പഴയ നിയമത്തിലല്ല, ഇത് പുതിയ നിയമത്തിൽ നടന്നതാണ്. നമ്മൾ പറയില്ല എല്ലാം ഈശ്വര നിശ്ചയമാണ്, ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. അല്ല, പുറത്തു കൊണ്ടുവരിക, മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് നിന്നെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. മറ്റുള്ളവർ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഇതോടെ നീ തീർന്നു, ഇനി ആർക്കും നിന്നെ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചവരുടെ പ്രതീക്ഷകളെ തകർത്ത് കളയും. ശത്രുവിൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട്, പിശാചിൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട്, അസൂയാലുക്കളുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. യേശു നല്ലവനാണ്. അവൻ നേരോടെ നടക്കുന്നവർക്ക് ഓരോ നന്മയും മുടക്കാത്ത കർത്താവാണ്. ആ ബലമേറിയ കർത്തൃകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി
നമ്മൾ നിന്നുകൊടുത്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇതാ അവന് സുബോധം വന്നു. ഈ ദിവസങ്ങളിൽ സുബോധമാണ് നമുക്ക് വരേണ്ടത്. ബൈബിളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരും എന്ന് നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം തരും. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരു മകൻ്റെ ചരിത്രം യേശു കർത്താവ് ആ മുടിയമ്പുത്രൻ്റെ ചരിത്രം പറയുമ്പോൾ അവനെല്ലാം നശിപ്പിച്ച് അപ്പനിൽ നിന്ന് അകന്നു. വിശന്നിട്ട് വയ്യ. ഒരു പന്നി കൂട്ടിൽ കിടക്കുന്നു. പന്നിയുടെ ഭക്ഷണം പോലും കഴിക്കാൻ അവൻ ആരും കൊടുത്തില്ല. വിശന്ന് കിടന്നപ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ കൂലിക്കാരെത്രയോ പേര് തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഞാൻ എഴുന്നേൽക്കും, ഞാൻ അപ്പൻ്റെ വീട്ടിൽ പോകും, അപ്പനോടും ദൈവത്തോടും ക്ഷമ ചോദിക്കും. അവൻ്റെ ജീവിതം മാറി മറിഞ്ഞ് അപ്പൻ അവനെ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയ ചരിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നത്. അത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഒരപ്പൻ ആയി ദൈവം അവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. യേശു സ്വർഗസ്ഥനായ പിതാവിനെ നമ്മുടെയും കൂടി പിതാവായി പരിചയപ്പെടുത്തുന്നു. മടങ്ങി വന്നാൽ കരുണയോടെ സ്വീകരിക്കുന്ന പിതാവ്. അവിടെ അപ്പൻ അവനെ തേടിപ്പോയി എന്ന് എഴുതിയിട്ടില്ല. അപ്പൻ ആ പന്നിക്കൂട് കണ്ടുപിടിച്ചു, അവനെ അവിടെ പോയി വിളിച്ചു എന്ന് പറയുന്നില്ല. 100 ആടിൽ 1 കാണാതെ പോയപ്പോൾ ആ ഇടയൻ അവിടെ പോയെന്ന് നമ്മൾ വായിക്കും. 10 ദ്രഹ്മയിൽ 1 കാണാതെ പോയപ്പോൾ കണ്ട് കിട്ടും വരെ അത് അടിച്ചു വാരി കണ്ടു കിട്ടും വരെ തിരഞ്ഞു എന്ന് വായിക്കുന്നു. 100 ആടിൽ 1 പോയപ്പോൾ അതിനെ തപ്പി എടുത്തു കൊണ്ടുവന്നു. 10 ദ്രഹ്മയിൽ 1 പോയപ്പോൾ അതിനെ അടിച്ചു വാരി അതിൽ നിന്ന് കണ്ടുപിടിച്ചു. എന്നാൽ 2 പുത്രന്മാരിൽ 1 നഷ്ടപ്പെട്ടിട്ട് ഈ അപ്പൻ എന്തുകൊണ്ടാണ് അന്വേഷിച്ചു പോകാത്തത്? കാരണം അവന് തിരിച്ചു വരാൻ കഴിയും. മനുഷ്യന്റെ പ്രത്യേകത, അവൻ ദൈവത്തിൽ നിന്ന് എത്ര അകന്നാലും അവന് തിരിച്ചു വരാൻ കഴിയും. ദ്രഹ്മ ജീവനില്ലാത്തൊരു വസ്തുവാണ്. ആടിന് പോകാനേ അറിയാവൂ, തിരിച്ചു വരാൻ അറിയില്ല. ഒരു പട്ടിയോ പൂച്ചയോ ആണെങ്കിൽ തിരിച്ചു വരും. പൂച്ച തിരിച്ചു വരുന്ന കാര്യത്തിൽ വളരെ മിടുക്കനാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾക്കൊരു പൂച്ച വലിയ ശല്യമായി. ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമായ കാര്യമാണ് പൂച്ച. ഇങ്ങേർക്കാണെങ്കിൽ ഇതിന് ദേഷ്യമാണ്. ബെഡേ കയറും, ഏത് നേരവും കാലിനോട് ചേർന്ന് നടക്കും. എവിടെ നോക്കിയാൽ ഇതിൻ്റെ രോമം, പെരക്കകത്ത് മുഴുവനും സോഫ സെറ്റിയിൽ എവിടെ ഇരുന്നാൽ ഈ പൂച്ചയുടെ സാന്നിധ്യമുണ്ട്. ഒടുവിൽ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഒന്നുകിൽ പൂച്ച അല്ലെങ്കിൽ നീ, രണ്ടിലൊന്ന് ഇവിടെ മതി. ഭാര്യ അവസാനം പറഞ്ഞു, ശരി എന്നാ പൂച്ചയെ കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങേര് കൊണ്ടുപോയി പൂച്ചയെ കളഞ്ഞു. പൂച്ചയെ ടൗണിൽ കൊണ്ടുപോയി കളഞ്ഞു. തിരിച്ച് അദ്ദേഹം അവിടുന്ന് ജോലിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ പൂച്ച വീട്ടിൽ അടുക്കളയിലിരുന്ന് ചോറ് തിന്നുന്നു. അയാൾ പിറ്റേ ദിവസം ഈ പൂച്ചയെ വളരെ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞു. ജോലിക്ക് പോയി. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സിറ്റ് ഔട്ടിൽ കിടന്ന് പൂച്ച ഉറങ്ങുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി, ഈ പൂച്ച എവിടെ ഇട്ടാലും അത് തിരിച്ചു വരും. അങ്ങനെ പൂച്ചയെ കൊണ്ടുപോയി അദ്ദേഹം ഒരു ദിവസം ലീവ് എടുത്തു. എന്നാൽ പിന്നെ ഇതിനെ കളഞ്ഞിട്ടേ കാര്യമുള്ളൂ. അദ്ദേഹം വളരെ കിലോമീറ്റർ അകലെയുള്ളൊരു കാട്ടിൽ കൊണ്ടുപോയി. കാട്ടിൽ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വട്ടം കറങ്ങി. കാരണം പൂച്ചയുടെ വഴി തെറ്റാൻ വേണ്ടി വഴി മുഴുവനും തെറ്റിച്ചു. അങ്ങനെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെട്ടിച്ച് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അദ്ദേഹം പൂച്ചയെ കളഞ്ഞു. പൂച്ചയെ കളഞ്ഞ് തിരിച്ചു വരാൻ നേരത്താണ് അറിയുന്നത് അദ്ദേഹത്തിന് വഴി അറിഞ്ഞുകൂടാ. അദ്ദേഹം ആകെ കറങ്ങി, വീട്ടിൽ വരാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ അദ്ദേഹം ഭാര്യയെ വിളിച്ചു, എടീ പൂച്ച അവിടെ എത്തിയോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, പൂച്ച ഇവിടെ അടുക്കളയിലിരുന്ന് ചോറ് തിന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൂച്ചയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാമോ, എനിക്ക് വഴിയൊന്ന് ചോദിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ ഏത് ജീവിയും പോയാൽ ചിലപ്പോൾ തിരിച്ചു വരും.
ഒരു നാണ്യം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. എന്നാൽ ആടുകൾക്ക് പൂച്ചയെപ്പോലെയോ പട്ടിയെപ്പോലെയോ ദൂരക്കാഴ്ചയോ ഒരു അടയാളം വെച്ച് തിരിച്ചു വരാനുള്ള കഴിവോ ഇല്ലാത്തൊരു ജീവിയാണ്. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ അവൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ കിടത്തുന്നു. ഒരു വിശ്വാസി ആടിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒന്നാണ് ആട്. കൂരിൽ താഴ്വരെ കൂടി പോയാലും പേടിക്കേണ്ട ആടിന് ഇടയൻ കൂടെയുണ്ട്. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും എല്ലാം ഈ ആടിന് കിട്ടാൻ കാരണം ഇടയനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ടാണ്. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ മനുഷ്യൻ രണ്ടിൽ ഒരാള് നഷ്ടപ്പെട്ടപ്പോൾ, ഇളയ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അപ്പൻ മോതിരം പുതിയതുണ്ടാക്കി, ചെരുപ്പുണ്ടാക്കി, വസ്ത്രമുണ്ടാക്കി, തടിപ്പിച്ച കാളയെ ഒരുക്കി നിർത്തി അപ്പൻ കാത്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പിതാവിനെയാണ് കാണുന്നത്. ഇത് തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. ഇത് തന്നെയാണ് കർത്താവ് ചെയ്യുന്നത്. മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതിൻ്റെ പല മടങ്ങ് തിരിച്ചു കിട്ടും. സുബോധം വരിക, മടങ്ങി വരിക. പത്രോസിന് സുബോധം വന്നു. അപ്പൊ സുബോധം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാണ്. നമുക്ക് സുബോധം വന്നാൽ നമുക്ക് ദൈവത്തിലോട്ട് മടങ്ങി ചെല്ലാൻ കഴിയും. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, എന്നോട് അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്തു വരും. ഒന്നാമത്തെ ചുവട് നമ്മളാ വെക്കുന്നത്. അതൊരു ചെറിയ ചുവടാണ്. എന്നാൽ ദൈവം വെക്കുന്ന ചുവട് വലിയ ചുവടുകളാണ്. നമ്മൾ ഒരു ചുവട് ദൈവത്തിന് വേണ്ടി വെച്ചാൽ നമ്മുടെ ഒരു ചുവടിൻ്റെ 1000 മടങ്ങ് 10,000 മടങ്ങുള്ള ഒരൊറ്റ ചുവട് ദൈവം നമുക്ക് വേണ്ടി വയ്ക്കും. അതുകൊണ്ട് ആദ്യത്തെ ചുവട് നമ്മൾ വെക്കണം. സുബോധം വരണം, മടങ്ങി വരണം. സുബോധം വരണം, മടങ്ങി വരണം. നാം തയ്യാറെങ്കിൽ, നാം ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. മടങ്ങി വരുന്നവരെ ദൈവം കൈവിട്ട് കളയില്ല. എത്ര വലിയ തെറ്റാണെങ്കിലും എല്ലാം തൊലച്ചു, വിശ്വാസത്തിൽ വന്നു, ദൈവകൃപയെന്ന് പോയി, എല്ലാം നശിപ്പിച്ചു, തിരിച്ചു വരാൻ കഴിയും. ഇതെല്ലാവർക്കും പിന്മാറിപ്പോകാനുള്ള ലൈസൻസ് അല്ല. ദൈവം കരുണയുടെ ദൈവമാണ്. മടങ്ങി വരാൻ മനസ്സുണ്ടോ? ഇന്ന് പലർക്കും പ്രാർത്ഥനയിലേക്ക്, വിശ്വാസത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷയിലൊക്കെ എല്ലാം മടങ്ങി വരുമെങ്കിൽ പോയ മോതിരത്തിന് പകരം പുതിയത്, നഷ്ടപ്പെട്ട ചെരുപ്പിന് പകരം പുതിയത്, പുതിയ ആഘോഷങ്ങൾ, പുതിയ സന്തോഷങ്ങൾ, മടങ്ങി വരാൻ കഴിയും. സുബോധം വരിക. പത്രോസിന് സുബോധം വന്നു. അപ്പോൾ മനസ്സിലായി കർത്താവ് തൻ്റെ ദൂതനെ അയച്ചതാണ്. ഹെരോദാവിൻ്റെയും യഹൂദന്മാരുടെയും പ്രതീക്ഷകളിൽ നിന്ന് എന്നെ വിടുവിച്ചതാണെന്ന് ഇപ്പോൾ ഞാൻ വാസ്തവമായിട്ട് അറിയുന്നു. ഇതുപോലെ നമ്മൾ പല കാര്യങ്ങളും വാസ്തവമായിട്ട് അറിയണം. ഒരു ദൂതനെ അയച്ച് വിടുവിച്ചതാണ്. റോഡ് ക്രോസ് ചെയ്തപ്പോൾ വന്ന വണ്ടി നമ്മുടെ ദേഹത്തൊന്ന് തൊട്ടില്ല എന്ന് വന്നവണ്ണം നിന്നു. ഒരു ദൂതൻ വന്ന് തടഞ്ഞതാണ്. സുബോധമുള്ളവർക്ക് അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ പറയും ഒരു ഭാഗ്യത്തിന് അങ്ങനെ ബ്രേക്ക് ഔട്ടി. അല്ല, എത്രയോ അപകടങ്ങൾ ഒഴിഞ്ഞു മാറി. വലിയ വീഴ്ചയായിരുന്നു. ഹെൽമെറ്റ് തെറിച്ചു പോയി. കഴിഞ്ഞ ദിവസം ചർച്ചിലുള്ള ഒരു സഹോദരിയുടെ സ്കൂട്ടർ ഒരു കാറുമായിട്ട് ഇടിച്ചിട്ട് പൊങ്ങിച്ചെന്ന് ഗ്ലാസേലിടിച്ചു. ഹെൽമെറ്റ് പടി അവിടെ നിന്ന് തെറിച്ച് താഴെ വീണു. ഒരു പോറലും ഇല്ലാതെ പിറ്റേ ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. എത്ര ഭയങ്കര അത്ഭുതമാണ്. വലിയ അനർത്ഥങ്ങൾ, വലിയ അപകടങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ കർത്താവ് വിടുവിക്കുന്നത് അതൊരു ദൂതനാണ്. എന്നെ കർത്താവ് വിടുവിച്ചതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു അപകടം വന്നു, എന്നാൽ എനിക്കൊരു കേടുമുണ്ടായില്ല. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യം, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും വിടുവിച്ചു. എല്ലാം കർത്താവാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സുബോധം ഇന്നെങ്കിലും നമുക്കുണ്ടാകണം. അതൊക്കെ എല്ലാവർക്കും നടക്കും. അല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടതുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും അപകടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നത്.
ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്ലാനുണ്ടെന്നേ. ഇത് സുബോധമുള്ളവർക്ക് തിരിച്ചറിഞ്ഞ് നന്ദി പറയാൻ കഴിയും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം വിടുവിച്ച എല്ലാ കാര്യങ്ങളും ദൈവമാണെന്ന് മനസ്സിലാക്കി, ദൈവം തൻ്റെ ദൂതനെ അയച്ച് കാത്തതാണെന്ന് മനസ്സിലാക്കി അതിനെല്ലാം സ്തോത്രം പറയുവാൻ ഇന്നു മുതൽ നമുക്ക് അതിനായി ഏകാഗ്രമായ ഒരു ഹൃദയം ദൈവത്തോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങളെ നടത്തി. വന്ന രോഗങ്ങൾ മാറിപ്പോയി, ശാപങ്ങൾ മാറിപ്പോയി, ബന്ധനങ്ങൾ മാറിപ്പോയി, വലിയ ചങ്ങലകൾ മാറിപ്പോയി, വലിയ നിരാശ വരേണ്ടിടത്ത് അതെല്ലാം ഞങ്ങളെ വിട്ടുമാറി. സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നു. ഇതെല്ലാം കർത്താവ് തന്ന കൃപയാണ്. യേശുവേ, അങ്ങയുടെ ദൂതനെ അയച്ച് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് സുബോധം വന്നതുപോലും ഞങ്ങളല്ല, ഞങ്ങളിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ അതിനായി സഹായിച്ചത്. ആകയാൽ പ്രശംസിക്കാനൊന്നുമില്ല, വിശ്വസിക്കുന്നത് പോലും കഴിവല്ല, അങ്ങയുടെ കൃപയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിപ്പാനുള്ള സുബോധം ഇന്നു മുതൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്പർശിക്കണം. എല്ലാറ്റിനും വേണ്ടി നന്ദി പറയുന്ന ഒരു ഹൃദയം ഞങ്ങൾ സ്വീകരിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ സുബോധമുള്ളവരായി ജീവിപ്പാൻ യേശു കൃപ തരട്ടെ. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ വെച്ച് രാവിലെ 10:30 വരിക. നാളെ ഇതേ സമയത്ത് ജീസസ് എവരി ഡേയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു. Deva
shine.